ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും വെറും 2.5 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. ഒരു വില്ല പ്രൊജക്ടിനകത്തുള്ള മനോഹരമായ ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കാണുന്നത്. ഈ കാണുന്ന വീട്ടിലേക്കുള്ള റോഡ് നിങ്ങൾ നോക്കിയാൽ കാണാം, ഭംഗിയായിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് പൂക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് വെറും 2.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നോക്കിയാൽ കാണാം, അടുത്തടുത്തൊക്കെയായി നിറയെ വീടുകളുണ്ട്. അതിനകത്ത് ഇടയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു വീടും ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ എലവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. എങ്കിലും ഞാൻ നിങ്ങൾ കാണുമ്പോഴേക്കും ഒന്നുകൂടെ ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടെ പറയാം. നമുക്ക് മെയിൻ റോഡിലേക്കൊക്കെ ഏകദേശം 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരം വരുന്നത്. അതായത് ബസ് റൂട്ടിലേക്ക് 1 കിലോമീറ്ററിൽ താഴെയാണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്കാണെങ്കിൽ 14 കിലോമീറ്ററും, ഇടപ്പള്ളി സൈഡ് ലുലു മാളിന്റെ ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിൽ 16 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് എത്താം. വെറും 19 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. 4 സെന്റ് സ്ഥലത്ത് 4 ബെഡ്റൂമുകളായി തീർത്തിരിക്കുന്ന ഈ വീടിന്റെ ബഡ്ജറ്റ് ആണ് നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ. 4 ബെഡ്റൂമിന്റെ ഒരു വീട് നമുക്ക് ഈ ഒരു റേറ്റിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ റെയർ ആണ്. അതുകൊണ്ട് തന്നെ വീടിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ആയിട്ട് തന്നെ കാണുക. വീടിന്റെ ഫ്രണ്ടിലൂടെയുള്ള ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴി ഞാൻ പറഞ്ഞു, 2 വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു കൺജക്ഷനും കൂടാതെ കടന്നു പോകാവുന്ന രീതിയിലുള്ള അത്രയും വിഡ്ത്താണ് നമ്മളുടെ ഈ വില്ലയുടെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡിനുള്ളത്. നമുക്ക് മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. മതിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായ ഡിസൈനിൽ ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. മിഡിൽ പോർഷനുകളിലായിട്ട് 2 സ്ക്വയർ പീസ് ആയിട്ടാണ് ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിനകത്തെല്ലാം സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് 2 ഷോ ലാമ്പാണ് വെച്ചിരിക്കുന്നത്. ഗേറ്റ് വന്നിട്ട് നമുക്ക് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലും ഒരു സൈഡ് വന്ന് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. വളരെ ഭംഗിയായിട്ടും അട്രാക്റ്റീവ് ആയ എലവേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള പെയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വീട് കംപ്ലീറ്റ് ആയിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് കവേർഡ് ആയിട്ടുള്ള ഈ ഒരു കാർ പോർച്ചിലേക്കാണ്. കാർ പോർച്ച് നോക്കിയാലും കാണാം, ഇതിന്റെ പില്ലർ ഭംഗിയായ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൂടെയൊക്കെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒന്നാമത്തെ കാറിന് നമുക്ക് ഇവിടെ വളരെ സേഫ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്തിരിക്കുന്ന കാർ പോർച്ചാണ്. നമ്മുടെ ഒന്നാമത്തെ കാറിന് ഇവിടെയാണ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് 2 വീലേഴ്സ് ഒക്കെ ആണെങ്കിൽ അത് വെക്കാനായിട്ട് സൈഡിൽ സ്പേസ് ഉണ്ട്. അതുകൂടാതെ വീടിന്റെ ഒരു റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ഭാഗത്ത് നോക്കിയാൽ കാണാം, 2 വീലേഴ്സ് ഒക്കെ നമുക്ക് അവിടെ വെക്കാവുന്നതാണ്. വീടിനകത്തേക്ക് കയറിയിട്ട് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ആ കാണുന്ന ആ ഒരു വോള് നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്കിൽ ഡിസൈനിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. വീട്ടിലേക്കുള്ള ഡ്രിങ്കിങ് വാട്ടറിനുള്ള ഓപ്ഷൻ നോക്കുവാണെങ്കിൽ കിണറുണ്ട്. അതുകൂടാതെ നമുക്ക് KWയുടെ വാട്ടർ കണക്ഷനും ഇവിടെ ഉണ്ട്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് വാട്ടർ ആണ് നമുക്ക് ഇവിടെ ഡ്രിങ്കിങ് പർപ്പസിനായിട്ട് യൂസ് ചെയ്യാവുന്നത്. വീടിന്റെ റൈറ്റ് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ കാണാം, കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റൽ ആണ് വിരിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് വിട്ടിട്ടിട്ടാണ് ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ഗ്യാപ്പുകൾ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഏറ്റവും ബാക്ക് സൈഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണെങ്കിൽ നമുക്ക് കാണാം, നല്ല രീതിയിൽ സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ വന്ന് എൻഡ് ചെയ്യുന്നത് വർക്ക് ഏരിയയുടെ റൈറ്റ് സൈഡിലാണ്. നമുക്കിനി വീടിന്റെ ലെഫ്റ്റ് സൈഡ് എങ്ങനെയാണെന്ന് നോക്കാം. അവിടെയും നല്ല സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലേക്കുള്ള ആ ഏരിയയിലും ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ആ ഏരിയ ചെയ്യുന്ന എൻഡ് ചെയ്യുന്നത് നമുക്ക് അവിടെ കാണാം. അവിടെ നമ്മുടെ വർക്ക് ഏരിയ സ്പേസിന്റെ ലെഫ്റ്റ് സൈഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. നിങ്ങൾ ഈ വീടിന്റെ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം കണ്ടിട്ടുണ്ടാവും. ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് അവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സിറ്റ് ഔട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 3 ചെയറുകൾ വരെ ഇടാനുള്ള സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്.
വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശന മന്ദിരം നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാം ഈസ്റ്റ് ഭാഗത്തേക്ക് ഫേസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ടാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഇവിടുത്തെ വുഡൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട് ഞാൻ പറഞ്ഞു 4 സെന്റ് സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 1710 സ്ക്വയർ ഫീറ്റിലാണ് വീട് വരുന്നത്. അതുകൂടാതെ നമുക്ക് ഈ 1710 സ്ക്വയർ ഫീറ്റ് കൂടാതെ എക്സ്ട്രാ വരുന്നത് 150 സ്ക്വയർ ഫീറ്റ് വർക്ക് ഏരിയ വരുന്നുണ്ട്. ഓപ്പൺ ടെറസ് 350 സ്ക്വയർ ഫീറ്റും വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 2000 എബോവ് ആണ് വീടിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. അപ്പോൾ കിഴക്കോട്ട് ദർശനമായിട്ടുള്ള നല്ലൊരു വീടാണ്. ഇതിന്റെ അകത്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലാണ്. ഇവിടുത്തെ ടൈൽ തന്നെ ഒരു അട്രാക്ഷൻ ആണെന്ന് പറയാം. നമ്മൾ അധികം ഒന്നും കാണാത്ത ടൈലാണ്. വൈറ്റ് കളർ ടൈല് ഒരു ഗ്രീൻ കളറിലുള്ള ഒരു കോമ്പിനേഷനോട് കൂടിയിട്ട് നല്ല ഭംഗിയായ ഒരു ടൈലാണ് തിരിച്ചിരിക്കുന്നത്. നേരെ വന്നു കഴിയുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കാണാം. അതുകൂടാതെ ഞാൻ നിൽക്കുന്നതിന്റെ റൈറ്റ് സൈഡിലും 3 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിനുള്ള വർക്കുകളും LED ലൈറ്റുകളും LED സ്ട്രിപ്പുകളും ഒക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കോർണർ സോഫ സെറ്റീസ് ഒക്കെ ഇടാനായിട്ട് നല്ല സ്പേസ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. TV യൂണിറ്റ് ഏകദേശം നമ്മൾ ലിവിംഗ് ഏരിയയും ഡൈനിങ്ങും കൂടെ ഷെയർ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിലാണ് TV യൂണിറ്റ് തീർത്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും താഴെ നമുക്ക് ക്ലോസ് ചെയ്യാവുന്ന കബോർഡുകളൊക്കെ ആയിട്ടാണ് മൾട്ടിവുഡിൽ ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് കാണാം. പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നതും കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡിലാണ്. ഇവിടെ എല്ലാം നിറയെ ഓപ്പൺ ഷെൽഫുകൾ കിട്ടുന്നുണ്ട്. പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇതിനിടയിലെല്ലാം LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. TV യൂണിറ്റിന്റെ തൊട്ടടുത്ത് നോക്കുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് 2 വിൻഡോസ് ആണ് കിട്ടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലാണ്. അപ്പൊ നമുക്ക് ലിവിംഗ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയയിൽ നിന്നും TV കാണാവുന്ന രീതിയിൽ അത് മിഡിൽ പോർഷനിലായിട്ടാണ് TV യൂണിറ്റ് വെച്ചിരിക്കുന്നത്. ഡൈനിങ് സ്പേസ് നോക്കുവാണെങ്കിൽ നമുക്കൊരു 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ ഇട്ടാൽ 6 പേരെ നമുക്ക് ഇവിടെ ഇരുത്താവുന്നതാണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 2 വിൻഡോസ് ആണ് കിട്ടുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് കാണാം സ്റ്റെയർ കേസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് റൈൽസ് വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് തീർത്തിരിക്കുന്നത്. അതിനിടയിലൊക്കെ ഭംഗിയായിട്ട് ഇടയ്ക്ക് കുറച്ച് ഭാഗങ്ങളിൽ ടഫിന്റെ ഗ്ലാസിന്റെ ഒരു ചെറിയ പീസും കൂടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പുകളെല്ലാം തന്നെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗങ്ങൾ നോക്കുവാണെങ്കിൽ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വയ്ക്കാനായിട്ട് ആ ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഹാളിന്റെ നേരെ മുകളിലേക്ക് നോക്കിയാലും കാണാം അത്യാവശ്യത്തിനുള്ള വർക്കുകളും വലിയ LED ബൾബുകളും ചെറിയ LED സ്ട്രിപ്പുകളും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വീടിന് 4 ബെഡ്റൂമുകളാണുള്ളത്. നമുക്ക് 2 എണ്ണം താഴെ വരുന്നുണ്ട്, 2 എണ്ണം മുകളിലുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് ഇവിടുത്തെ ഒരു വാഷിംഗ് ഏരിയ എവിടെയാണെന്ന് നോക്കാം. ഡൈനിങ് സ്പേസ് കഴിയുമ്പോൾ നേരെ നോക്കുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. അതിന് ചുറ്റിനും നോക്കിയാൽ കാണാം മൾട്ടിവുഡ് കൊണ്ടുള്ള വർക്കുകൾ വരുന്നുണ്ട്. ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. വൈറ്റ് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. ബാക്ക് സൈഡിൽ നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. താഴെ കബോർഡുകളായിട്ടൊക്കെയാണ് തിരിച്ചിരിക്കുന്നത്. ഞാൻ ഈ നിൽക്കുന്നതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നത്. നമുക്ക് ഈ സ്റ്റെയർ കേസിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ബെഡ്റൂം തന്നെ ആദ്യം നോക്കാം. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതിന്റെ വാർഡ്രോബ് വന്നിട്ട് ഈ ഒരു ഭാഗത്ത് വുഡൻ കളർ തന്നെ 2 ഷെയ്ഡിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിനൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഭാഗത്താണ്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനോട് കൂടിയ ഒരു ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്തെ ടൈലുകളുടെ കളർ കോമ്പിനേഷൻസ് നോക്കുവാണെങ്കിൽ ഫ്ലോറിൽ വന്നിട്ട് ഒരു ചെറിയ കോപ്പർ കളറിലും വോളിൽ വന്നിട്ട് ലൈറ്റ് ഗ്രേ ആൻഡ് ഡാർക്ക് ഗ്രേ ഷെയ്ഡുമാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഡൈനിങ് സ്പേസിലേക്ക് വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലുള്ള 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 10 ഫീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാലും കാണാം ആവശ്യത്തിനുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അതിന് കൂടെ തന്നെ മിറർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു വുഡൻ കളർ തന്നെയാണ് വാർഡ്രോബിന് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂമുകളുടെയൊക്കെ ഡോറുകൾക്ക് നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ കണ്ട ബാത്റൂമിന്റെ പോലെ തന്നെയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇവിടെയും വരുന്നത്.
ഫ്ലോറിൽ വന്നിട്ടാണെങ്കിൽ ഗ്രേ ഷെയ്ഡും വോളിൽ വന്നിട്ടാണെങ്കിൽ ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് കളറിലെ ഷെയ്ഡുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ട് ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഭാഗത്തായിരുന്നു വാഷ് ഏരിയ. വാഷ് ഏരിയ നമ്മൾ കണ്ടു. വാഷ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ കിച്ചണിലേക്ക് പോകുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ ആയിട്ടൊരു ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. കുറച്ച് ഓപ്പണിങ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ ക്രോക്കറി ഐറ്റംസ് ഒക്കെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ പോകുന്ന വഴിയൊക്കെ ചെറിയ LED ബൾബുകളൊക്കെ ഇട്ടിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഫ്ലോറിന് ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. വുഡൻ കളർ വരുന്ന ഒരു ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 3 പേർക്കൊക്കെ നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് കിച്ചണിൽ നമുക്ക് കിട്ടുന്നത്. ചെറിയൊരു കിച്ചൺ ആണ് വാസ്തുപരമായിട്ടൊക്കെ ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും ഫ്രിഡ്ജ് വെക്കാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. കിച്ചണിന്റെ വലുപ്പത്തിന് യാതൊരു തരത്തിലും എഫക്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഇവിടെ ഫ്രിഡ്ജ് വെക്കാവുന്നതാണ്. ഇതിന്റെ ഇവിടുത്തെ ഒരു സറൗണ്ടിങ് അറ്റ്മോസ്ഫിയർ ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ടൈലാണ്. ഇതിന്റെ കിച്ചണിന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ടും വൈറ്റ് തന്നെ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് ഗ്രേ ആൻഡ് ഓഫ് വൈറ്റ് ഷെയ്ഡ്, ക്രീമി ഷെയ്ഡിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയും 2 ലെയറിലും താഴെയൊക്കെ ലെയറിലും ഒക്കെ ആയിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ ഇവിടെയും 2 സൈഡിലായിട്ട് ടോട്ടൽ 5 വിൻഡോസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കിച്ചണിന്റെ റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഒരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത വർക്ക് ഏരിയ ആണ്. ഇവിടെയും നമുക്ക് കിച്ചൺ സ്ലാബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഡോർ വെച്ച് കഴിഞ്ഞാൽ അവിടെ കബോർഡുകളൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. ഈ നമ്മൾ കടന്നു വന്ന ഈ ഒരു വോൾ നോക്കിയാൽ അവിടെ നല്ലൊരു ഓപ്പണിംഗ് പെർഗോള മോഡൽ കൊടുത്തിട്ട് അതിനകത്തൊക്കെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഷോ ലൈറ്റും കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നേരെ വന്ന് നിൽക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലാണ്. വലിയൊരു ഹാളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് TV വെക്കാനായിട്ടുള്ള പവർ പോയിന്റ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനുള്ള ഒരു TV യൂണിറ്റ് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. സോഫ സെറ്റീസ് ഒക്കെ ഇടാനായിട്ട് നല്ല സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാലും കാണാം ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ഈ ഒരു ഹാളിലേക്ക് ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം കാണാൻ പോകുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇത് വലിയൊരു ബെഡ്റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 12-10 ഫീറ്റിലാണ് ഇതിന്റെ സൈസ് വരുന്നത്. ഇതിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് വിൻഡോസ് കാണാം. അവിടെ 2 വിൻഡോസും ഇവിടെ 2 വിൻഡോസും ആയിട്ട് നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ വരുന്ന രീതിയിലാണ് വിൻഡോസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നേരെ മുകളിലേക്ക് നോക്കിയാൽ കാണാം അവിടെയും റൂഫിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് വന്നിട്ട് ഈ ഒരു ഭാഗത്ത് 3 ഡോറിന്റെയാണ് ചെയ്തിരിക്കുന്നത്. ആ വുഡൻ കളർ തന്നെയാണ് അവിടെയും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് കൂടാതെ നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ഡ്രസ്സിംഗ് ടേബിൾ തന്നെ മിററോട് കൂടിയിട്ട് താഴെയൊക്കെ ഓപ്പൺ ചെയ്യാവുന്ന നിറയെ ഡ്രോസോട് കൂടിയിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നല്ല രീതിയിൽ ഡിസൈനോട് കൂടിയ ഒരു ഡോർ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. കളറുകൾ നോക്കുവാണെങ്കിൽ ഡാർക്ക് ആൻഡ് ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്ന ഗ്രേ കളർ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ 4th ബെഡ്റൂം കാണുന്നതിന് തൊട്ട് മുമ്പേ തന്നെ നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ബാൽക്കണി വരുന്നുണ്ട്. ഓരോ സൈഡിലുള്ളത് നമുക്ക് കവർ ചെയ്ത് പോകാം. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. താഴെ നിന്നുള്ള ഡിസൈനർ പില്ലർ തന്നെയാണ് ഇവിടെയും കണ്ടിന്യൂ ചെയ്തു വരുന്നത്. സൈഡെല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ടഫിന്റെ ഗ്ലാസിന്റെ ഡിസൈനുകൾ വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്തിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണി കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഈ ഒരു ഹാളിലേക്കാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. വലിയ സൈസിൽ തന്നെയാണ് ഈ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. 14-10 ആണ് ഇതിന്റെ ഫീറ്റ് വരുന്നത്. ഈ കാണുന്ന വോളിലും ടോട്ടൽ നോക്കുവാണെങ്കിൽ 4 വിൻഡോസ്, 2 വിൻഡോസ് വെച്ചിട്ടാണ് 2 സൈഡിലായിട്ട് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള 6 LED ലൈറ്റ് ഫിറ്റിംഗ്സുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് നോക്കിയാൽ ഈ ഭാഗത്താണ്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വുഡൻ കളർ തന്നെയാണ് അവിടെയും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിന്റെ ഇവിടുത്തെ 4 ഡോറുകളും എടുത്തു പറയേണ്ടതാണ്. വളരെ ഭംഗിയുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് ഡോറുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈലുകളെല്ലാം തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 4 ബാത്റൂമുകളും എടുത്തു പറയേണ്ടതാണ്. നല്ല വലുപ്പത്തിൽ തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്.
ഇവിടുത്തെ ബെഡ്റൂമുകൾ നമ്മളെല്ലാം തന്നെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈനലി ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് കൂടിയാണ് കാണാനുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ഈ വീടിന്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. വളരെ വലിയൊരു ഏരിയ ആണ് നമുക്ക് ഇവിടെ യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടൊരു ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. അത്യാവശ്യം നമ്മൾക്കൊരു ഫംഗ്ഷൻ ഒക്കെ നടത്തണമെങ്കിൽ പോലും വലിയൊരു ഏരിയ ഉണ്ട്. നിങ്ങൾ കാണുന്ന ഈ ഏരിയ മാത്രമല്ല, ലെഫ്റ്റ് സൈഡിലേക്കും കൂടെ നമുക്ക് ഏരിയ ഇങ്ങനെ കുറച്ചും കൂടെ നീണ്ടാണ് കിടക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഭാഗത്താണ് നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള അറേഞ്ച്മെന്റും പൈപ്പ് ഫിറ്റിംഗ് വേസ്റ്റ് വാട്ടർ ലൈൻ എല്ലാം കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് റൂഫ് ചെയ്ത് കവർ ചെയ്തിട്ടാണ് വർക്ക് ഏരിയ സ്പേസ് യൂട്ടിലിറ്റി സ്പേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാം. സ്റ്റെയർ കേസ് കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയിട്ട് കോൺക്രീറ്റിൽ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും വെറും 2.5 കിലോമീറ്റർ 2.5 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. നമുക്ക് ഇവിടെ അടുത്ത് നോക്കുവാണെങ്കിൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങൾ ഇവിടെ വളരെ അടുത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. സ്കൂളുകൾ, നല്ല സ്കൂളുകൾ തന്നെ നമുക്ക് CBSE സിലബസ് ഒക്കെ ഫോളോ ചെയ്ത് നല്ല സ്കൂളുകൾ ഇതിന്റെ വളരെ അടുത്ത് ഏകദേശം 2 കിലോമീറ്റർ സറൗണ്ടിങ്സിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ബസ് റൂട്ടിലേക്ക് പോകണമെങ്കിൽ വെറും 900 മീറ്റർ, 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഭംഗിയുള്ള ഈ ഒരു വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 1710 ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. 1710 സ്ക്വയർ ഫീറ്റ് കൂടാതെ അഡീഷണൽ ആയിട്ട് നമുക്ക് 150 സ്ക്വയർ ഫീറ്റ് വർക്ക് ഏരിയയ്ക്കും 350 സ്ക്വയർ ഫീറ്റ് ഓപ്പൺ ടെറസിനും കൂടെ അഡീഷണൽ വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 2000 എബോവ് ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 4 ബെഡ്റൂമുകളായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു വലിയ വാഹനത്തിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ വീടിന്റെ കവേർഡ് ആയിട്ടുള്ള കാർ പോർഷൻ കിട്ടുന്നുണ്ട്. കിണർ വെള്ളവും പൈപ്പ് വെള്ളവുമാണ് നമുക്കിവിടെ വെള്ളത്തിന്റെ സോഴ്സ് വരുന്നത്. 4 സെന്റ് ലാൻഡിൽ 1710 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. അഡീഷണൽ ആയിട്ട് ഒരു 150 സ്ക്വയർ ഫീറ്റും 350 സ്ക്വയർ ഫീറ്റും നമുക്ക് വർക്ക് ഏരിയയ്ക്കും ഓപ്പൺ ടെറസിനുമായിട്ട് കിട്ടുന്നുണ്ട്. 4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ വീട്ടിൽ 2 വെഹിക്കിൾസിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇതിൽ ഉദ്ദേശിക്കുന്ന പ്രൈസ് 67 ലാക്സ് ആണ്. 67 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. 4 ബെഡ്റൂമിന്റെ ഒരു വീട് 4 സെന്റ് സ്ഥലത്ത് ഇത്രയും സൗകര്യങ്ങളോട് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അതും പൂക്കാട്ടുപടിക്ക് ഇത്രയും അടുത്തായിട്ട്. വീടൊന്ന് കാണാനും നിങ്ങൾക്കൊന്ന് സ്വന്തമാക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവര് എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.